Hi guys, welcome to the channel. I am Dilshad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ടാറ്റ ടിയാഗോ വന്നിട്ടുണ്ട്. അതിനൊരു ഫോഗ് ലാമ്പ് ചെയ്യാൻ പോവുകയാണ്. കമ്പനി ടൈപ്പ് ഒറിജിനൽ ടൈപ്പ് ഫോഗ് ലാമ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വോൾമാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വോൾമാക്സ് കൊടുക്കുന്ന ഒരുവിധം ഫോഗ് ലാമ്പുകളെല്ലാം വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോഗ് ലാമ്പുകളാണ്. ഒരുവിധം എന്നല്ല എല്ലാം. അപ്പോൾ വോൾമാക്സിൻ്റെ കൂടെ വരുന്ന വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന സ്വിച്ചസ്, അതിൻ്റെ ബൾബ് ഹോൾഡറുകൾ, അതുപോലെ റിലേ, ബാറ്ററി കണക്ഷന് കൊടുക്കുന്ന ക്ലിപ്പ്, പിന്നെ വയറ് കവർ ചെയ്തിട്ടുള്ള ഈ സ്ലീവുകൾ പോലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഞാനൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല, ഞാൻ ചെയ്യുന്നത് വോൾമാക്സിലാണ് കൂടുതലും. അത്രയും ഹൈ ക്വാളിറ്റി ഫോഗ് ലാമ്പുമാണ്. അതിന് കൂടെ നമുക്ക് ടെൻഷനില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. കണക്ഷൻ കൊടുക്കാനായാലും ഒരു ഐറ്റം ഇൻസ്റ്റാൾ ചെയ്യാനായാലും വോൾമാക്സിൻ്റെ പ്രോഡക്റ്റ് നല്ല ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഫോഗ് ലാമ്പൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നല്ല കുറഞ്ഞ ഫോഗ് ലാമ്പ് ഒന്നും ചെയ്യാതെ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ വാറണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു വയറിംഗ് കിറ്റ് ഏതൊരു ബേസിക് വർക്ക് അറിയുന്ന ആൾക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അത്രയും സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു വയറിംഗ് കിറ്റും അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. കൂടുതൽ സാധാരണ ഉള്ള ഫോഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഫോഗ് ലാമ്പ് ലൈറ്റ് സെറ്റ് മാത്രമേ വരുള്ളൂ. അതിനുള്ള കണക്ഷൻ, വയറിങ്, അതുപോലെ മറ്റുള്ള റിലേ കണക്ഷൻ, സ്വിച്ച് കണക്ഷൻ ഒക്കെ നമ്മൾ തന്നെ സെപ്പറേറ്റ് വലിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനാവുമ്പോൾ അങ്ങനെ വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ബമ്പർ അഴിക്കണം എന്നുണ്ടെങ്കിൽ ബമ്പർ അഴിക്കുക, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വർക്കാണെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ജസ്റ്റ് ആ ബമ്പർ അഴിച്ചിട്ട് നമ്മൾ ആ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് കത്തിച്ച് കാണിച്ച് തരുന്ന ഒരു ഇതുള്ളൂ. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ഹൈ എൻഡ് ഫോഗ് ലാമ്പുകളൊക്കെ സെലക്ട് ചെയ്യുക. എപ്പോഴും ഫോഗ് ലാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹൈ റേഞ്ച്, നമ്മുടെ നാട്ടിലൊക്കെ ഹൈ റേഞ്ചുകൾ ഒരുപാടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോഗ് ലാമ്പ് എപ്പോഴും നമുക്ക് നിർബന്ധമായി തോന്നും. കാരണം ഫോഗ് മിസ്റ്റ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഫോഗ് ലാമ്പ് നമുക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അപ്പോൾ എപ്പോഴും വണ്ടികളിൽ ബേസ് മോഡൽ എടുത്താലും ഫോഗ് ലാമ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ വർക്കിൻ്റെ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ വോൾമാക്സിൻ്റെ ആ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഫോഗ് ലാമ്പ് ഗാർണിഷ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ബൾബ് വരുന്നത് H16 ആണ്. ബൾബ് ഹോൾഡർ ഓരോ നമ്പർ ഉണ്ട്, H16, H8, H11. ഇതിന് പുറകെ കാണുന്ന ഈ വൈറ്റ് നോബ് നമ്മളുടെ ഫോഗ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ബമ്പർ അടിച്ച് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ വണ്ടിക്ക് ബമ്പർ അഴിക്കേണ്ടതുണ്ട്, ചില വണ്ടികൾക്ക് ബമ്പർ അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബമ്പർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൽ ഗാർണിഷ് അതുപോലെ ഫോഗ് ലാമ്പും രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം വണ്ടിയിൽ വയറിങ്, സ്വിച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് നമുക്ക് ഈ ബമ്പർ റീഇൻസ്റ്റാൾ ചെയ്യാം. ഫോഗ് ലാമ്പിൽ ഉണ്ടായിരുന്ന ബൾബ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൽ LED ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ലൈറ്റാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ LED ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ബമ്പർ റീഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി ബമ്പറിൻ്റെ ക്ലിപ്പുകളും ബോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്യുക. ഫോഗ് ലാമ്പിൽ LED ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നല്ല പ്യുവർ വൈറ്റ് ലൈറ്റ് ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുക, അതിൽ ഫോളോ ചെയ്യുക. വാട്സപ്പ് നമ്പർ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ എൻക്വയറീസൊക്കെ മെസ്സേജ് ചെയ്തിടുക. ഇതിൽ കമൻറ്റിൽ, യൂട്യൂബിൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻസ് അതുപോലെ ഡൗട്ടുകളൊക്കെ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റിപ്ലൈ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിലൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ FB പേജുകളിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.